ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ 4th ബേബി ഇന്ന് ആദ്യമായിട്ട് മോണ്ടിസോറിയിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 മണിയായി. 9:30ക്കാണ് അവൻ്റെ സ്കൂൾ ടൈം. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് 9:50 9:30 ആ ഒരു ടൈമിൽ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഓൻ്റെ ഇന്നത്തെ ആ ഒരു എന്താ പറയുക രാവിലെ എണീക്ക് നോക്കിയിട്ട് എന്താ പറയുക സ്കൂളിൽ പോയി ഒന്ന് കാണാട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു മോൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സമയം 7:30 മണി. രാവിലത്തെ തിരക്ക് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിള്ളേരെല്ലാം മദ്രസയിൽ പോയി, ഇനി 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ 2 എണീപ്പിക്കണം, എന്നിട്ട് കുളിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം, പിന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം, യൂണിഫോം ഇടിപ്പിക്കണം, ഷൂ ഇടിപ്പിക്കണം, പിന്നെ പോകണം, നമുക്ക് റെഡി ആയിട്ട് പോകണം. അപ്പോൾ നമുക്ക് എണീപ്പിക്കാം. ഇപ്പോൾ എബ്രോ നല്ല ഉറക്കമാണ്, നമുക്ക് എണീപ്പിക്കാം. എബ്രോ എബ്രോ ബുബു 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 ബുബേ ബുബു ബുബു ബുബു. ഗൈസ്, ഇവർ എണീക്കുന്നില്ല. സാധാരണ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് എണീക്കുന്ന ആളാണ്. ഇന്ന് എന്ത് ഇവൻ എണീക്കാത്തേ? എബ്രാൻ 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 എബ്രൂ 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 നമ്മൾ കുളിപ്പുണ്ടേ. എബ്രൂ 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 കുളിപ്പുണ്ടേ. എണീക്ക് 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 ബ്രോ. മോട്ടെ ഉക്കുളില് നീ വരുന്നില്ലല്ലോ? വരുന്നുണ്ടാ? ആ, ഗുഡ് ബോയ്. നമുക്ക് ബ്രഷ് ചെയ്യണ്ടേ? ആ തട്ടെ ഗൈസ്. അപ്പം ഇതാ എബ്രുന എണീപ്പിച്ചിട്ടുണ്ട്. ഇനി ഓനെ ബ്രഷ് ചെയ്യിപ്പിക്കണം. ബുബു ബുബു ബുബു. ഗൈസ്, അപ്പോൾ ഇതാണ് എബ്രുവിൻ്റെ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ സ്നാക്സ് ബോക്സും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 11:30 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്നാക്സ് മാത്രം കൊടുത്തുവിടാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാക്സിമം ബ്ലൂ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, കാരണം ബ്ലൂ ആണ് അവൻ്റെ ബാഗിൻ്റെ കളറ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തീമിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് മാക്സിമം ഓൾമോസ്റ്റ് ബ്ലൂ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിസ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ വാട്ടർ ബോട്ടിലായാലും ബാഗിലായാലും എന്തിലായാലും ഒന്നെങ്കിൽ പേര് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കണം. കാരണം മോണ്ടിസോറി ആണല്ലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ബാഗ് ഏതാ ഇതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ലേബിൾ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അവർക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല, കാരണം അവർ ചെറിയ കുട്ടികളാണല്ലോ. ഏതാ ബോക്സ് ഏതാ ബാഗ് എന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഞാനിന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തിടുന്നത് ഇതാ നമ്മുടെ പ്യൂർ ഹോട്ടിൻ്റെ നട്ട് സ്പ്രെഡാണ്. അപ്പോൾ ചോക്കോ ഹേസൽനട്ടാണ് പൊതുവെ വാങ്ങിക്കാറുള്ളത്. ഇവർക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ആ ഒരു ന്യൂട്രലിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് സ്പ്രെഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ബ്രെഡിൻ്റെ ഒപ്പം നമുക്ക് ഇതുപോലെ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല കേട്ടോ, ഓരോ ദിവസം ഓരോന്ന്. ചില ദിവസം നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം, കട്ട് ഫ്രൂട്ട്സ് കൊടുക്കാം,
നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാം. കുറച്ച് അത്യാവശ്യം എന്താ പറയുക ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കാനായിരിക്കും നല്ലത്. ഇതിനായിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കും കേട്ടോ. 2 പീസ് കഴിക്കും. ഇതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെ സ്നാക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം, ഇത് ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിച്ചു കൊടുക്കാം. ഇത്രയൊന്നും വെള്ളം കുടിക്കൊന്നുമില്ല, എന്നാലും ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഡേ ആണല്ലോ, ഇന്ന് കരച്ചിലും വീഴ്ചലും തന്നെ ആയിരിക്കും. എനിക്ക് ഈ കുപ്പി പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാട്ടർ കുടിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇത് ഈ യെല്ലോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിപ്പ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. നല്ല നല്ല വാട്ടർ ബോട്ടിൽ. ഓക്കെ, അപ്പം അതും സെറ്റായി. ഇനി അടുത്തത് കിറ്റാണ്. അതും ഞാൻ മാക്സിമം ബ്ലൂ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, കറക്റ്റ് ആ ഒരു ബ്ലൂ കിട്ടിയിട്ടില്ല. ഇത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലും നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിറ്റ് പാക്ക് ചെയ്യാം. പിന്നെ ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ. നമുക്ക് എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു ടവല്. അപ്പോൾ ടവല് നമുക്കിതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. സൈഡിൽ മടക്കി വെച്ച് കൊടുക്കാം. ആക്ച്വലി എനിക്ക് 3:30 മണി വരെയാണ് എല്ലാ ദിവസവും ക്ലാസ്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 11:30 വരെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കിറ്റ് ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് എബുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ബ്രഷ്. ഗൈസ്, അപ്പം എബു ബ്രഷ് ചെയ്യാണ്. എബുവിൻ്റെ ബ്രഷ് കൊണ്ട് വാവറ തുപ്പ് തുപ്പ്. അങ്ങനെയല്ല തുപ്പണ്ടേ. ഗൈസ്, എബു ബ്രഷ് ചെയ്ത്. എബു പല്ല് കാണിച്ചു കൊടുത്താ. ആക്ച്വലി എനിക്ക് 3 വയസ്സായിട്ടില്ല. 3 വയസ്സ് സെപ്റ്റംബറിലേക്ക് ആവുള്ളൂ. അപ്പോൾ മോണ്ടിസോറിക്കാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3 വയസ്സാവണമെന്നില്ലല്ലോ. അപ്പോൾ മൂപ്പർ നല്ല വർക്ക് ക്ഷണമുണ്ട്. ഇനി നമുക്ക് കുളിക്കാം. കുളിച്ചിട്ടാണോ പാല് കുടിക്കേണ്ടത്, അല്ലെങ്കിൽ പാല് കുടിച്ചിട്ടാ കുളിക്കണ്ടേ? പാല് കുടിച്ചിട്ടാ കുളിക്കണ്ടേ? അപ്പോൾ നമുക്ക് പാല് കുടിക്കാം. പാല് കുടിക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് എന്താ കുടിക്കുക? വെള്ളമല്ലേ? വെള്ളം കുടിക്കേ. ഗൈസ്, നമ്മളെപ്പോഴും ഇല്ലേ, നമ്മൾ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ നമ്മളായാലും വലിയ ആൾക്കാരായാലും എന്തായാലും രാവിലെ നമ്മൾ ഉറങ്ങി എണീച്ച് ബ്രഷ് ചെയ്ത പാടും തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും. നമ്മുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറുതിലേ കുട്ടികളെ മക്കളത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്യും. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, എനിക്ക് ആദ്യം ഇതിനെ പറ്റിയിട്ട് വലിയ പിടിയില്ലേനു. എൻ്റെ ഹസ്ബൻഡ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്ത പാടുമ്പോൾ ചായ കുടിക്കും, വെള്ളം കുടിക്കുന്ന പതിവില്ലേനും. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഹാർട്ടിനായാലും ഫേസിനായാലും ബോഡിക്കായാലും ഏറ്റവും നല്ലതാണ് രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ കുടിക്കാം കേട്ടോ. അപ്പോൾ എബ്രു വെള്ളം കുടിച്ചാ? കാണിച്ച ഗ്ലാസ് കാണിച്ചാ? കേട്ടെ
കുടിച്ചല്ലോ. ഇനി പാല് കുടിക്കാം. അപ്പം ഇതാവാൻ പാല് കുടിക്കാണ്. എപ്പോഴും ഇവൻ്റെ മൂഡ് ഇങ്ങനെയൊന്നും ആവണമെന്നില്ല കേട്ടോ. ഇന്നെന്തോ മൂഡ് കുറച്ച് ശരിയാണ്. അപ്പോൾ ഇതാ പാല് കുടിക്കാനോ. ഇനി ഒട്ടും ടൈം വേസ്റ്റ് ആക്കാനില്ല. കാരണം സമയം ഇപ്പോൾ 8 മണിയായി. ഇവനിങ്ങനെ ഉറങ്ങി അണങ്ങിച്ച് കണ്ണ് തുറന്ന് കണ്ണ് പൊട്ടി അങ്ങനെ കളിച്ച് ലാസ്റ്റ് 8 മണിയായിട്ടാ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ പാല് കുടിച്ചതിന് ഇനി അതിന് ശേഷം നമ്മളിതാ നമുക്ക് കുളിക്കാം. ഓക്കെയാ? ഒരു ഹായ് പറഞ്ഞ ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മൾ കുളിക്കട്ടെ കേട്ടോ. നമ്മൾ എബ്രു കുളിക്കാൻ പോവാണ്. അവൻ എണ്ണയൊക്കെ തേച്ചു. കുളിക്കാ. വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഞാൻ തോർത്ത് കെട്ടിയിട്ടുള്ളത്. കാരണം നമ്മളെ പ്രൈവറ്റ് പാർട്ടൊന്നും അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുളിച്ചിട്ട് വരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ എബ്രു കുളിച്ച് കഴിഞ്ഞ് കുട്ടിക്ക് തണുക്കുന്നുണ്ടേ. ഇനി ഓനൊരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ ഒരു സമയം കൊണ്ട് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് റെഡി ആക്കാറുണ്ട്. അങ്ങനെ ഇതാ എബ്രുവിൻ്റെ കിറ്റ് ഉണ്ട്. ഇതാ എബ്രുവിൻ്റെ സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, എബ്രുവിൻ്റെ ബാഗ്. ഇപ്പം എല്ലാത്തിലും ഫോട്ടോ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ അവർക്ക് അറിയില്ലല്ലോ ഏത് ബാഗാണെന്നുള്ളത്. ബാഗിലൊന്നും ഇല്ല കേട്ടോ, ഒരു സംഭവം ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു ബാഗ്. ഇത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബാഗ് കേട്ടോ, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഈ ഒരു ഫിഗർ, അതായത് ഈ ഒരു പെൻഗ്വിൻ്റെ ആ ഒരു ഭംഗിയാണ് ഈ ഒരു ബാഗിൻ്റെ ഹൈലൈറ്റ്. ഓൾമോസ്റ്റ് ഞാൻ ബ്ലൂവിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് എബ്രുവിൻ്റെ യൂണിഫോം. ഗ്രീനാണ് കേട്ടോ, ഗ്രീനും ബ്ലൂ ട്രൗസേഴ്സും ആണ് വരുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. വീഡിയോയിൽ അത്ര എന്താ പറയുക ഇതിൽ കാണുന്നില്ല, പവറായിട്ട് കാണുന്നില്ല. നല്ലൊരു പച്ച കളർ, നമ്മൾ തത്തമ്മ പച്ച എന്നൊക്കെ പറയുന്നത്, ആ ഒരു പച്ച കളർ കേട്ടോ. അങ്ങനെ ബൂബു ഇതാ റെഡിയായി. നമ്മളെ ഗ്രീൻ ടീഷർട്ടും ബ്ലൂ ട്രൗസറും. ഇനി നമുക്ക് ഇവൻ്റെ മുടിയൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ടിൻ 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 ടിൻ. മുടിയൊന്നും ഇല്ല. ബൂബു നോക്കട്ടെ, സുന്ദരനായല്ലോ. നോക്കട്ടെ അപ്പുറത്തെ കൊച്ചും കൂടി ചെറിയൊരു കോമ്പേനുമാണ്. കിക്കിളിയാന്നുണ്ടാ. നോക്കട്ടെ, പൊക്കല ചിരിച്ച. ബൂബുവിൻ്റെ സാൻഡിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഷൂ പ്രൊവൈഡ് അല്ല. അവർ ഈ ഒരു ചെരുപ്പ് തന്നെ അവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അഴിച്ചു വെക്കും. അപ്പോൾ ഇതാ ബൂബൂട്ടാ, വേഗടേ. ഗുഡ് ബോയ്. എബ്രോ ഉള്ളിൽ കയറണ്ട. പിന്നെ കരച്ചിലോടും ഒരു ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എബ്രാൻ ബൂബൂന്ന് വിളിച്ചോ? അങ്ങനെയൊന്നും വിളിക്കൂല, പേരെ പറയാൻ പറ്റും. എബ്രാൻ ഉള്ളിലെ ഗ്ലാസ്.
ഗൈസ് 11:30 വിടുന്ന പറഞ്ഞു. ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാന്ന്. ബേബീസിനെ കാണിക്കൊന്നുമില്ല, കാരണം അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലും കരച്ചിലായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ 11:30 ബൂബുവിനെ കൂട്ടാൻ പോവാണ്. 11:30 ആയിട്ടില്ല, 11:15 ആ ഒരു ടൈമിൽ ഞാൻ ബൂബുവിനെ കൂട്ടാൻ പോവാണ്. അപ്പോൾ എബ്രു കരഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ല കേട്ടോ, ഓൻ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് വരുന്നിട്ടുള്ളത്. കരച്ചിലുണ്ടേനോ? പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ കുട്ടികൾക്കും ID കാർഡ് അങ്ങനെ ഗൈസ് 11:30 ഞാൻ മോനെ കൂട്ടാൻ വന്നതിനും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അറിയില്ല. ഹാപ്പിയാ എബു? ഹാപ്പിയാ പോലും. ബായ് പറ. അപ്പോൾ ഫൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ പറഞ്ഞു. ബൈ.